നമ്മുടെ ചില സഖാക്കൾക്കൊരു ധാരണയുണ്ട്. ഇപ്പം ഈ ബംഗാളിലും നമ്മൾ തോറ്റു, തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ നോക്കിയിട്ട് നടന്നിട്ടില്ല. ത്രിപുരയിലും നമ്മൾ തോറ്റു, അവിടെയും തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു, വേണ്ട വിധത്തിലായിട്ടില്ല. ഇപ്പം ആ കേരളത്തിലും തോറ്റു, ഇനി അതേമാതിരി ആവോ ഇവിടെയും? അങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ സ്ഥിതി എന്താവും? ഇടതുപക്ഷം പാർലമെന്റിൽ എത്ര സീറ്റ് കിട്ടും? പഞ്ചായത്തിൽ എത്ര മെമ്പർമാരുണ്ടാവും? നിയമസഭയിൽ എത്ര MLA-മാരുണ്ടാവും? ഭരണം കിട്ടുമോ? ഇതൊന്നും മോഹിച്ചുണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷം. അതാദ്യം ഇടതുപക്ഷത്തിലുള്ള ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. 1937 ആദ്യത്തെ ആലോചന കേരളത്തിൽ ഈ ഇതുണ്ടാക്കാൻ വേണ്ടി, കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ആലോചന തിരൂക്കാരനായിട്ടുള്ള സഖാവ് കെ ദാമോദരൻ, നമ്മുടെ EMS തിരൂരല്ലേ അതല്ലേ അല്ലേ? സഖാവ് EMS, പീഷപ്പിള്ള, NC ശേഖർ, ഇവര് 4 ആളും കൂടിയിട്ടല്ലേ ഇത് ഉണ്ടാക്കണതിൻ്റെ ആദ്യത്തെ ആലോചന. 4 ആളേ ഉള്ളൂ 37. അപ്പൊ ആദ്യത്തെ ആലോചനയ്ക്ക് ഒരു ഔദ്യോഗിക രൂപം ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടി അന്ന് കേന്ദ്ര കമ്മിറ്റിയൊക്കെ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതിന് കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള SV ഘാട്ടയും വന്നു. അതീവ രഹസ്യമായിട്ടാണ്. കാരണം ലോകത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഒരു പ്രദേശത്തും കമ്മ്യൂണിസത്തിന് പ്രവേശനമില്ല, നിരോധിച്ചിരിക്കുക. അപ്പം ഇവിടെ ഇംഗ്ലീഷുകാർ ഭരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ മലബാർ. അതുകൊണ്ട് അവരറിയാതിരിക്കാൻ വേണ്ടി അതീവ രഹസ്യമായിട്ടാണ് കോഴിക്കോട് ഇവിടെ കല്ലായില ഒരു ലോഡ്ജിന്റെ മുകളിൽ ആ കെട്ടിടമൊന്നും ഇപ്പം ഇല്ല. EMS തന്നെ ഓർക്കണത് തീയതിയൊന്നും ഓർക്കണില്ല. EMS പാർട്ടിയുടെ ചരിത്രം എഴുതുമ്പോൾ തീയതിയൊന്നും ഓർമ്മയില്ല. കോരി ചൊരിയണ മഴ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു മിഥുനം കർക്കിടക മാസത്തിലാവുന്ന അദ്ദേഹം തന്നെ പറഞ്ഞത്. അതിനിരുന്നവർ ഒരു മണ്ണെണ്ണവൾക്കിൻ്റെ ചുറ്റും നിന്നിട്ട് ആലോചിച്ചത്. അപ്പോൾ ആ ആലോചന നടത്തുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുക MLA ആവണമെന്ന് ആലോചിക്കുകയാണോ അവർ 4 ആളും കൂടി ചെയ്തത്? അതാണോ ആലോചിച്ചേ? അതോ ഇങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് പഞ്ചായത്ത് പിടിക്കണം, ഇതാണോ ഈ 4 ആളും കൂടി ആലോചിച്ച് തലപോണ കാര്യ? കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ തൂക്കിക്കൊല്ലി ചോദിക്കുക. എന്ത് ചോദിക്കാന്ന്? എവിടെ പത്രം? 37 ഏത് കോടതി? ആര് പ്രതിഷേധിക്കാൻ? പത്രത്തിൽ പ്രസ്താവന കൊടുക്കാൻ ആര് കൊടുത്താൽ ഏത് പത്രമുണ്ട് വരാൻ? ആ കാലത്തല്ലേ ഈ സാഹസികമായിട്ട് ഇവർ 4 ആളും കൂടി ആരംഭിച്ചത്. അവ കോഴിക്കോട് കോർപ്പറേഷനിലെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് കോർപ്പറേഷന്റെ ഭരണം പിരിച്ചെടുക്കണമെന്നാണോ അവർ ആലോചിച്ചത്? അത് കഴിഞ്ഞ് 2 കൊല്ലം ഇവർ അതീവ സ്വകാര്യമായിട്ട് പ്രവർത്തിച്ചു. സമാന മനസ്ഥിതിക്കാരൊക്കെ ആയിട്ട് ജയിലിൽ കിടക്കുന്നവരൊക്കെ കൂടി ആലോചിച്ച് ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം വരുന്നുണ്ട്, നമുക്ക് അതിന്റെ പിന്നാലെ കൂടിയാലോ എന്നുള്ള നിലയ്ക്ക് വിശ്വസ്തരൊക്കെ ആയിട്ട് ആലോചിച്ച് കുറച്ചാളായി, ഒരു 10-200 ആളായി. അതിലെ ഏറ്റവും വിശ്വസ്തരാണ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1939 പിണറായി പാറപ്പുറത്ത് 2 ദിവസം സ്വകാര്യമായിട്ട് സമ്മേളിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചത്. ആ സംസ്ഥാന കമ്മിറ്റി എടുത്ത പ്രമേയം എന്താ? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 39 MLA-മാരെ ജയിപ്പിക്കണം. അതായിരുന്നു പ്രമേയം. അന്ന് MLA ഉണ്ടാവുമോ പഞ്ചായത്ത് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിയിട്ടാണോ ഈ ആളുകൾ സാഹസികമായിട്ട് കഴുത്തിന്റെ മുകളിൽ തലണ്ടാവുക എന്നുള്ള ബേജാറിൽ അവരടക്കണം. എന്നിട്ട് വേണ്ടേ MLA ആവലൊക്കെ? ഈ വിധത്തിൽ അന്ന് മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനാണ് ഇത് രൂപം കൊണ്ടത്. ആ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ് നമ്മുടെ രാജ്യത്ത്. പാവപ്പെട്ട മനുഷ്യരുണ്ട് ഈ രാജ്യത്ത്. ആ പാവപ്പെട്ട മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിച്ചു പോയി. ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് പറയണമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ മുമ്പിലേക്ക് പോയി. 39 2 പ്രമേയം അംഗീകരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പിണറായി പാറപ്പുറം സമ്മേളനത്തിൽ. ഒന്ന്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവണം. ഇംഗ്ലീഷുകാരെ രാജ്യത്ത് നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പിൽ ത്യാഗപൂർവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവണം. 2, ഇംഗ്ലീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൽ എല്ലാവരും ഉണ്ട്. എന്നാൽ ഇംഗ്ലീഷുകാർ മാത്രമല്ല ഇവിടെ മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത്, ജമ്മിമാരുണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ. ആ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ജമ്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരണം. ഈ 2 പ്രമേയം അംഗീകരിച്ചു. ആ പ്രമേയം നടപ്പാക്കാൻ വേണ്ടിയാണ് 39 പിണറായി പാറപ്പുറം സമ്മേളനം കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോഴാണ് 1940 തലശ്ശേരി കടപ്പുറത്ത് ഇംഗ്ലീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം ഉയർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി കടപ്പുറത്തെ ആദ്യത്തെ സമരം 1940. ആ സമരത്തിന് നേർക്ക് ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു. തലശ്ശേരിയിൽ അന്ന് സമരം നടത്താൻ കാരണം മലബാറിന്റെ ആസ്ഥാനം അന്ന് കോഴിക്കോടാണ്, കലക്ടറേറ്റ് ഒക്കെ കോഴിക്കോടാണ്. പക്ഷേ ബ്രിട്ടീഷുകാരുടെ പട്ടാള ആസ്ഥാനം തലശ്ശേരിയാണ്, അവരുടെ കണ്ടോൺമെന്റ് തലശ്ശേരിയാണ്. പട്ടാളം തലശ്ശേരിയായിരുന്നു.
അതുകൊണ്ടാണ് പട്ടാളത്തിന് മുമ്പ് തന്നെ സമരം ചെയ്യാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിശ്ചയിച്ചത്. തലശ്ശേരി കടപ്പുറത്ത് അതിന് നേർക്ക് വെടിവെപ്പ് നടത്തി. ആ വെടിവെപ്പിലാണ് 2 സഖാക്കൾ ആദ്യമായി കൊല്ലപ്പെടുന്നത്. ആദ്യത്തെ രക്തസാക്ഷികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷികൾ 1940 സഖാക്കൾ അബുവും ചാത്തുക്കുട്ടിയും. അബു ചാത്തുക്കുട്ടി, ഈ അബു എന്നുള്ള പേര് ഉറക്കെ എപ്പോഴും നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. അബുവും ചാത്തുക്കുട്ടിയും 2 ആൾക്കാർ വെടിവെച്ചു ബ്രിട്ടീഷുകാർ. 3 മാസം കഴിഞ്ഞപ്പോഴാണ് മൊറാഴയിൽ ഇതുപോലെ കൃഷിക്കാരുടെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. ആ സമ്മേളനം നിരോധിച്ചു ബ്രിട്ടീഷ്, അവിടുത്തെ പോലീസ്, ബ്രിട്ടീഷ് ഇൻസ്പെക്ടർ. അപ്പം നിരോധനം ലംഘിച്ച് സമരം നടത്താൻ തീരുമാനിച്ചു. ആ നിരോധനം ലംഘിച്ച് സമരം നടത്താൻ തീരുമാനിച്ചപ്പോ സമ്മേളനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള സഖാക്കളെ പോലീസ് അകാരണമായിട്ട് മർദ്ദിച്ചപ്പോ അന്ന് ചെറുത്തു നിന്നു. ആ ചെറുത്തുനിൽപ്പിൽ ഒരു ഇൻസ്പെക്ടർ കുട്ടീഷമേനോൻ, ഞങ്ങളുടെ പാലക്കാട്ട് ലക്കിടിക്കാരനാ കുട്ടീഷമേനോൻ കൊല്ലപ്പെട്ടു. 2 പോലീസുകാരും കൊല്ലപ്പെട്ടു. അതിനായിരുന്നു ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത KPR ഗോപാലിനെ തൂക്കിക്കൊല്ലാൻ വെച്ചത് 1940 ബ്രിട്ടീഷ് കോടതി. 40 മൊറാഴ സമരത്തെ തുടർന്ന് വിചാരണ നടത്തി തൂക്കിക്കൊല്ലാൻ വെച്ചു. ഇന്ത്യയിലാകെ KPR ഗോപാലിനെ തൂക്കിലേറ്റരുത് എന്നാവശ്യപ്പെട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടായി. മഹാത്മാഗാന്ധി വൈസ്രോയ്ക്കും കത്തയച്ചു, ബ്രിട്ടീഷ് രാജാവിനും കത്തയച്ചു. മഹാത്മാഗാന്ധി KPR ഗോപാലിനെ തൂക്കിക്കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട്. അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹാരി പോളിറ്റ് ആ ബ്രിട്ടീഷ് പാർലമെന്റിലെ മെമ്പറായിരുന്നു. വേറൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന രജനി പാംദത്ത് ബ്രിട്ടീഷ് പാർലമെന്റിൽ മെമ്പറായിരുന്നു. ഇവർ ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിച്ചു. ലോകമാകെ അറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് KPR ഗോപാലിനെ തൂക്കിക്കൊല്ലാൻ വെച്ചിട്ടുള്ള ജീവപര്യന്തമായി തിരുത്താൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറായത്. ഞാനിത് സൂചിപ്പിച്ചത് എങ്ങനെയാണ് 39 മുതൽ ഈ സമരം തുടങ്ങിയത് എന്നുള്ളതാണ്. പഞ്ചായത്തിൽ ജയിക്കാനല്ല, ആലോചിക്കാൻ പറ്റില്ല എന്നൊന്നും, MLA ആവാനല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കാനല്ല, സാഹസികമായി പാവപ്പെട്ട മനുഷ്യർക്ക് നല്ല ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവണം. അതിനുവേണ്ടി ഉണ്ടായതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പോരാട്ടം നമ്മൾ തുറന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 41 കയ്യൂരുണ്ടായി. 2 കൊല്ലത്ത് വിചാരണയ്ക്ക് ശേഷം 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ 4 ചെറുപ്പക്കാരെ തൂക്കിക്കൊന്നു. മടത്തിൽ അപ്പു, കോയിറ്റാത്തിൽ ചിരികണ്ഠൻ, പൊടോര കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ. ഓർക്കേണ്ട പേരാണ് പള്ളിക്കൽ അബൂബക്കർ. 1943 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയതാണ് കയ്യൂർ സമരത്തിലെ 28 വയസ്സിന് താഴെയുള്ള 4 ചെറുപ്പക്കാരെ. MLA ആവുമെന്ന് വിചാരിച്ചിട്ടല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല. അന്ന് അതൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല, തെരഞ്ഞെടുപ്പിനെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത് ഈ ലക്ഷ്യം വെച്ചിട്ടല്ല എന്നുള്ളത് ഓർക്കണം. മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതിയിട്ടാണ്. പുന്നപ്ര വയലാർ സമരം ഉണ്ടായി 1946. എത്ര ആളെ വെടിവെച്ചു കൊന്നെന്നുള്ള ഇപ്പോഴും കണക്കില്ല. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 9 കൊല്ലം കഴിഞ്ഞപ്പോൾ കേരളം ഉണ്ടായി. കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാവാൻ തെരഞ്ഞെടുപ്പ് നടന്നു. 57 EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആ ഗവൺമെന്റ് വന്നപ്പോ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ 8-9 ദിവസം കഴിഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ യോഗം ഉണ്ടായി ഡൽഹിയിൽ. അപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ EMS ഡൽഹി പോയി. അതായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പ്രഖ്യാപനം. ജവഹർലാൽ നെഹ്റു നടത്തുന്ന പത്രസമ്മേളനം കഴിഞ്ഞാൽ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ അണിനിരന്ന പത്രസമ്മേളനം അന്ന് EMSനെ കാണാമെന്നതായിരുന്നു. വിജ്ഞാൻ ഭവനിലാണ് പത്രസമ്മേളനം. അവിടെയൊന്നും കൊള്ളാത്തതുകൊണ്ട് എല്ലാ പത്രക്കാർക്കും, ആ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നുണ്ട് പത്രക്കാര്. ഒറ്റ ചോദ്യം അവർക്ക് ചോദിക്കാണ്ടായിരുന്നുള്ളൂ EMSനോട്. ഇന്ത്യൻ ഭരണഘടനയുടെ ചട്ടക്കൂടിൽ നിന്ന് കേരളം എന്ന ഈ ചെറിയ സംസ്ഥാനത്ത് നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കാൻ പോണത്? അതായിരുന്നു EMSനോട് ചോദിച്ചത്. EMS അതിന് വിക്കിയിട്ട് മറുപടി പറഞ്ഞു, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. EMS പറഞ്ഞു, see, our communism is a different communism. Our communism is elevate the quality of the life of poor and common people. മലയാളം എന്താ വെച്ചാൽ ഞങ്ങളുടെ കമ്മ്യൂണിസം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിസമാണ് ഞങ്ങളുടെ കമ്മ്യൂണിസം. ഞങ്ങളുടെ കമ്മ്യൂണിസത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയും മേന്മയും ഉണ്ടാക്കുക. അതാണ് ഞങ്ങളുടെ കമ്മ്യൂണിസം. അതിന് ഈ ഭരണഘടനയൊക്കെ മതി എന്ന് പറഞ്ഞു EMS. എത്ര ശരിയായിരുന്നു.
അതാണ് നിങ്ങളോട് ആരെങ്കിലും കേരളത്തിൽ ഈ ചോപ്പ് കൊടി പിടിച്ചിട്ട് നിങ്ങൾ കർഷക സംഘം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഏതൊരാൾക്കും വലത്തെ കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയാം, 8 പതിറ്റാണ്ട് കാലം അധികാരത്തിന്റെ പുറത്തുള്ളപ്പോൾ പാവപ്പെട്ട മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്തു. അധികാരത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തെത്തിക്കുമ്പോൾ സമരത്തിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ നിയമമാക്കിയും ഈ 8.5 പതിറ്റാണ്ട് കാലം ഇന്ത്യ രാജ്യത്തെ ജനജീവിതത്തെ ഒന്നാം സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി തീർത്തു. അത് ഈ ഇടതുപക്ഷം ഉണ്ടായത് കൊണ്ടാണ്. നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം. എങ്ങനെയായിരുന്നു അത്? നമ്മൾ തെരുവിലായിരുന്നു കൂടുതൽ സമയം. പാവപ്പെട്ട മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ, സമരത്തിൽ വിളിക്കണം മുദ്രാവാക്യം. ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, അപ്പൊ നമ്മൾ മത്സരിക്കും, ജയിക്കും, ഭൂരിപക്ഷം കിട്ടും, ഗവൺമെന്റ് ഉണ്ടാക്കും. ഗവൺമെന്റ് ഉണ്ടാക്കിയാൽ റോട്ടിൽ വിളിച്ച മുദ്രാവാക്യം ചുരുട്ടി വലിച്ചെറിയലല്ല പതിവ്. ഗവൺമെന്റിൽ അധികാരത്തിൽ വരുമ്പോ റോട്ടിലിരുന്ന് വിളിച്ച മുദ്രാവാക്യം നിയമമാക്കും. അങ്ങനെ അധികാരത്തിന്റെ പുറത്തുള്ളപ്പോൾ സമരം ചെയ്തും അധികാരത്തിലെത്തുമ്പോൾ സമരത്തിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ നിയമമാക്കിയും 8 പതിറ്റാണ്ട് കാലം കൊണ്ട് കേരളത്തെ മാറ്റി തീർക്കുകയായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷം. അതാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ 28 സംസ്ഥാനങ്ങളുണ്ട്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. 28 എന്ന് ഞാൻ ഇപ്പൊ പറയാൻ കാരണം ഇപ്പൊ 28 എപ്പോഴാ ഉണ്ടാവും, പുതുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ആ മറ്റേ വിദ്വാൻ ഒരു പോക്കറ്റിൽ നിന്ന് ഒരു കീറക്കടലാടിച്ച് വായിച്ചപ്പോഴാണ് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാനം തന്നെ ഭൂപടത്തിന് പോയത്. ഒരു വായനയെ വേണ്ടു, അതുകൊണ്ട് എപ്പോൾ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ 28 എന്ന് പറയാൻ കാരണം ആ 28 സംസ്ഥാനങ്ങൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുള്ളത് എല്ലാ വ്യവസ്ഥാപിതമായ സാമൂഹ്യ വികാസത്തിന്റെ നിയമങ്ങളും അതിന്റെ നിയമാവലിയുമനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ ജനജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് എങ്ങനെ കേരളം എത്തി? യു പിയിൽ ഇതേ ഭരണഘടന തന്നെയല്ലേ? കേരളത്തിലുള്ള അതേ ഇന്ത്യയിലെ ഭരണഘടനയല്ലേ യു പിയിലും? അതേ ഭരണഘടനയല്ലേ ബീഹാറിലും? അതേ ഭരണഘടനയല്ലേ ഒഡീഷയിലും? അതേ ഭരണഘടനയല്ലേ രാജസ്ഥാനിലും? അതേ ഭരണഘടനയല്ലേ എല്ലായിടത്തും? നമുക്കും ഇതേ ഭരണഘടനയല്ലേ? ഇപ്പൊ ഒരേ ഭരണഘടനയുടെ കീഴിൽ ജീവിച്ചിട്ട് ഭരിച്ചിട്ട് കേരളം മാത്രം എങ്ങനെ മുമ്പിലേക്ക് വന്നു? ഒന്നാം സ്ഥാനത്ത് കേരളം എങ്ങനെ എത്തി? ഇത് അന്വേഷിക്കുന്നവർക്ക് അതിനൊരു കാരണം കണ്ടെത്തണം. എങ്ങനെ കേരളം മുമ്പിലേക്ക് എത്തി? മറ്റൊന്നിടത്തില്ലാത്തൊരു പ്രത്യേകത എന്താണ് മറ്റുള്ളവർക്കില്ലാത്ത പ്രത്യേകത? ഈ കാരണം അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാനുള്ളതാണ് മനുഷ്യരുടെ പോരാട്ടത്തിന്റെ അടയാളമായ ഈ ചെങ്കൊടി 8 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നു. അതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് തോറ്റാ പോണല്ലോ. അങ്ങനെ കാര്യങ്ങളും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഏത് ലോകത്താ? ഈ 8 പതിറ്റാണ്ട് കാലത്തിൻ്റെ ഇടയിൽ കേരളത്തിലെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള റോഡുകളിൽ ഒഴുകിയിട്ടുള്ള രക്തങ്ങൾക്ക് കണക്കുണ്ടോ? എത്ര ആളുകൾ മരിച്ചു? മരിച്ച ആളുകളുടെ എണ്ണമുണ്ടോ? എണ്ണിയാൽ തീരാത്ത അത്രയും ആളുകൾ, മൃഗീയമായിട്ടുള്ള മർദ്ദനമേറ്റ അംഗവൈകല്യങ്ങളോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ സ്വന്തം വേലിത്തിറക്കം തീർക്കാൻ പോയിട്ടല്ല, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എത്ര ആളുകളുടെ ചോര ഒഴുകി. നമ്മളിങ്ങനെ വിളിക്കാറുണ്ട് മുദ്രാവാക്യം, ചെങ്കൊടി ചെങ്കൊടി ചോര ചെങ്കൊടി. ഞങ്ങളുടെ ചങ്കിലെ ചോരയാൽ തീർത്ത ഞങ്ങളുടെ സ്വന്തം ചോരക്കൊടി. നമ്മുടെ ഓരോരുത്തരുടെയും ചോരയുണ്ടായില്ലേ? വെറുതെ ചോന്തല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ തുള്ളി ചോരയുണ്ട് ഈ ചെങ്കൊടി ഇങ്ങനെ ചോദിക്കുന്നതിൽ. അങ്ങനെ ഒഴുകി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ തെരുവോരങ്ങളിലും പാതയോരങ്ങളിലും. ഈ പാതയോരങ്ങളിൽ ഉണങ്ങിപ്പിടിച്ചിട്ടുള്ള ചോര ഒരു തുലാവർഷത്തിന്റെ പെരുമഴയിൽ, നുണകളുടെ പെരുമഴയിൽ, നുണകളുടെ കാലവർഷത്തിൽ കഴുകിക്കളയാവുന്നതല്ല. അത് അവിടെ ചരിത്രമായിട്ട് നിലനിൽക്കും എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ഒരു തോൽവിയിൽ ഇല്ലാതാവുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ ഉണ്ടാവണ കാലത്ത് ഇലക്ഷൻ തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. ശിവാസ അന്ന് ഇലക്ഷൻ കണ്ടുപിടിച്ചിട്ടില്ല. പണ്ട് നമ്മളുണ്ടായത് തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, മുഖ്യമന്ത്രി ആവാം, MLA ആവാം, MP ആവാം, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം, എന്നിട്ട് വേണം എനിക്കൊന്ന് ഉഷാറാവാൻ. അങ്ങനെയാണോ ഇവർ ഇതൊക്കെ ഉണ്ടാക്കിയത്? അങ്ങനെയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നമുക്കെന്ത് ഭയം? ആ ഭയത്തിന്റെ ആവശ്യമില്ല. നമ്മളെ മുമ്പിലേക്ക് പോകും. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പാവപ്പെട്ട മനുഷ്യരുണ്ട്, അവരുടേതാണ് ഈ പ്രസ്ഥാനം. നമ്മൾ ആരുടെയുമല്ല. അങ്ങനെ ഇതിൻ്റെ ഉടമസ്ഥന്മാരൊന്നായിട്ട് ആരും അഭിനയിക്കരുതിട്ട്. ചില സ്ഥലത്തുണ്ട് ഇവിടുത്തെ പാർട്ടിയുടെ ഉടമസ്ഥൻ ഞാനാണ്. പാർട്ടിക്ക് ഉടമസ്ഥന്മാരൊന്നുമില്ല, അതെല്ലാവരും മനസ്സിലാക്കണം.
ഒരാളും പാർട്ടിയുടെ ഉടമസ്ഥന്മാരല്ല. ഇതുണ്ടാക്കിയവരാരും ഇപ്പോൾ ജീവിച്ചിരിക്കില്ലല്ലോ. ഉണ്ടാക്കിയ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊന്നും ഉണ്ടാക്കിയ ഒരാളും ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. കേരളത്തിൽ എവിടെയും 1939 പിണറായി പാറപ്പുറം സമ്മേളനത്തിൽ പങ്കെടുത്തവർ ജീവിച്ചിരിക്കുന്നില്ല. എല്ലാവരും ഇതിൽ വന്നു ചേർന്നവരാ പല പല സമയത്തായിട്ട്. അതുകൊണ്ട് പാർട്ടിക്ക് ഉടമസ്ഥന്മാരൊന്നുമില്ല. എല്ലാവരും പാർട്ടിയുടെ പ്രവർത്തകരാണ്, വ്യത്യസ്ത ചുമതലകൾ നിർവഹിക്കുന്നവർ. MA ബേബി ജനറൽ സെക്രട്ടറിയുടെ ചുമതല നിർവഹിക്കുന്നു. 10-18 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പാർട്ടി ചുമതലപ്പെടുത്തിയതനുസരിച്ച് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ ചുമതല നിർവഹിക്കുന്നു. 89 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പാർട്ടി കോൺഗ്രസ് നിശ്ചയിച്ചതനുസരിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ ചുമതല നിർവഹിക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള 81 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ചുമതല നിർവഹിക്കുന്നു. ഇത് പാർട്ടി നിശ്ചയിച്ച ചുമതലയാണ്, സ്ഥാനമല്ല. അതെല്ലാവരും ഓർക്കണം, ചുമതലയാണ്. പാർട്ടി ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. എന്നോട് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞു, അത് ചെയ്യണം. നിങ്ങളോട് ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ അത് ചെയ്യുക. ചിലരുടെ ഏരിയ സെക്രട്ടറി ആവാൻ പറഞ്ഞിട്ടുണ്ടാവും, അത് ചെയ്യുക. അവരുടെ ഒന്നും സ്വന്തമൊന്നുമല്ല ഈ പാർട്ടി. പാവപ്പെട്ട മനുഷ്യരുടെ സ്വപ്നമാണ് ഈ പാർട്ടി. അതാണ് ഓർക്കേണ്ടത്. പാവപ്പെട്ട മനുഷ്യരുടെ സ്വപ്നം, ആ സ്വപ്നമാണ് ഈ പാർട്ടി. ആ സ്വപ്നം ഉയരെ ഉയരെ പാറി ചെങ്കൊടിയായി പാറിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റോടുകൂടി.